63 MLA-മാരുമായി റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത്. 10 വർഷത്തെ പിണറായി ഭരണത്തിന് ജനം വോട്ടിംഗ് മെഷീനിലൂടെ അറുതി വരുത്തിയപ്പോൾ 63 MLA-മാരുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. എന്നാൽ ആഴ്ചയൊന്ന് പിന്നിട്ടിട്ടും സർക്കാരുണ്ടാക്കാൻ UDF-ന് സാധിച്ചിട്ടില്ല. മെയ് 23 വരെ സമയമുണ്ട്. എങ്കിലും മന്ത്രിമാരെ അടക്കം തീരുമാനിക്കേണ്ട വലിയ ടാസ്ക് കോൺഗ്രസിന് മുന്നിലുണ്ട്. എന്നാൽ ഇവിടെ സമൂഹ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല. ഇതിനു മുമ്പ് കോൺഗ്രസിന് സഭയിൽ 63 MLA-മാരുണ്ടായിരുന്നത് 1960-ലാണ്. അന്ന് കോൺഗ്രസ് കേരളത്തിൽ നിന്ന് നേടിയത് 63 MLA-മാരെ. എന്നാൽ വെറും 2 വർഷങ്ങൾക്കിപ്പുറം മന്ത്രിസഭ താഴെ വീണു. ഈ 63 എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർഭാഗ്യമായ നമ്പറാണെന്ന് ഇതിൽ പരം മറ്റെന്ത് തെളിവ് വേണമെന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് സ്വന്തമായി മന്ത്രിസഭയുണ്ടാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു 1960-ൽ നടന്നത്. 63 പേരെ ജയിപ്പിച്ച കോൺഗ്രസിന് പക്ഷേ 2 വർഷം തികയും മുമ്പേ അവിശ്വാസ പ്രമേയത്തിൽ തട്ടി മന്ത്രിസഭ പിരിച്ചുവിടേണ്ടി വന്നു. അതായിരുന്നു കേരളത്തിലെ അവസാനത്തെ ഏകകക്ഷി മന്ത്രിസഭ. കോൺഗ്രസ് എന്നല്ല ഒരു പാർട്ടിയും പിന്നീട് കേരളം ഒറ്റയ്ക്ക് ഭരിച്ചിട്ടില്ല. ആർ ശങ്കർ ആയിരുന്നു ആ മന്ത്രിസഭയുടെ ദുരന്ത നായകൻ. മന്ത്രിസഭയുടെ രാജി മാത്രമല്ല, നേതാക്കന്മാർക്ക് മാനഹാനി, ജീവനഷ്ടം, പാർട്ടിക്ക് പിളർപ്പ്, ചില നേതാക്കന്മാരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യം എന്നുവേണ്ട എല്ലാ ദുഷ്ഫലങ്ങളും ദുരന്തങ്ങളും കോൺഗ്രസിന് സമ്മാനിച്ച സംഖ്യയാണ് നിയമസഭയിലെ 63. 1960-ലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും ചേർന്നുള്ള സഖ്യമാണ് മത്സരിച്ചത്. അതിന് മുക്കൂട്ടു മുന്നണി എന്നാണ് എതിരാളികൾ വിളിച്ചത്. ഒറ്റക്കൊടിയിൽ 3 കൊടി, വോട്ട് കഴിഞ്ഞാൽ തമ്മിലടി എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സഖ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാരായ എതിരാളികൾ വിശേഷിപ്പിച്ചത്. അന്ന് 126 അംഗങ്ങളെയാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ഒരു നോമിനേറ്റഡ് അംഗം ഉണ്ടാവുമെങ്കിലും അദ്ദേഹത്തിന് വോട്ടവകാശമില്ല. കോൺഗ്രസിന് 63, PSPക്ക് 20, മുസ്ലിം ലീഗിന് 11 എന്നിങ്ങനെയായിരുന്നു ഭൂരിപക്ഷം കിട്ടിയ മുന്നണിയിലെ കക്ഷിനില. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും പ്രതിപക്ഷത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുക്കൂട്ടു മുന്നണിയിലെ കലഹം തുടങ്ങി. ഒന്നിച്ചു നിന്ന് മുന്നണിയുണ്ടാക്കി ഒന്നിച്ച് പ്രചാരണം നടത്തി വിജയിച്ചുവെന്ന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കാനാവില്ല എന്ന് കോൺഗ്രസ് ശഠിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അത് ആലോചിക്കാനേ വയ്യായിരുന്നു. ദക്ഷിണേന്ത്യയിൽ മുസ്ലിം ലീഗുമായി ചേർന്ന് ഭരണം പങ്കിടുന്നത് ഉത്തരേന്ത്യയിൽ ദോഷം ചെയ്യും എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. സഖ്യകക്ഷിയായ PSPയും ദേശീയ പത്രങ്ങളും മുസ്ലിം ലീഗിന് വേണ്ടി വാദിച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയില്ല. മന്ത്രിസ്ഥാനം കൊടുക്കില്ല, പകരം സ്പീക്കർ സ്ഥാനം കൊടുക്കാം എന്നായിരുന്നു കോൺഗ്രസ്. അങ്ങനെയാണ് KM സീതി സാഹിബ് കേരള നിയമസഭ സ്പീക്കറാകുന്നത്. നഷ്ടമായി എന്ന് ലീഗിന് തോന്നാതിരിക്കാൻ ഒരു രാജ്യസഭാംഗത്വവും കൊടുത്തു. ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ പാർലമെന്റിലെത്തിച്ച് ലീഗ് ആ അവസരവും ഉപയോഗിച്ചു. എന്നാൽ മന്ത്രിസഭ രൂപീകരണ സമയത്ത് ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. PSPയുടെ ദേശീയ നേതൃത്വം ശക്തമായി വാദിച്ചു വരുന്നതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് എടുക്കില്ലെന്ന നിലപാടെടുത്ു. PSPയുടെ നേതാവ് പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. പട്ടത്തിന്റെ പാർട്ടിക്ക് 20 MLA-മാരേ ഉള്ളൂ. കോൺഗ്രസിന് 63 ഉണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം പട്ടത്തിനു കൊടുത്തു. അതിന് പല കാരണങ്ങളും പറഞ്ഞു കേട്ടിരുന്നു. തിരുവിതാംകൂറിലെ തലയെടുപ്പുള്ള നേതാവും വിമോചന സമരത്തിന്റെ മുൻനിര നേതാവുമായതുകൊണ്ട് പട്ടത്തെ ബഹുമാനിക്കാനായി മുഖ്യമന്ത്രി പദം കൊടുത്തുവെന്നാണ് വൈപ്പ്. വിമോചന സമരത്തിലെ തലയെടുപ്പുള്ള നേതാക്കളായി കോൺഗ്രസിൽ R ശങ്കറും PT ചാക്കോയുമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സമവായം ഉണ്ടാക്കാനായില്ല എന്നതും ഒരു പ്രശ്നമായി മാറിയതോടെയാണ് പട്ടം മുഖ്യമന്ത്രിയായത്. SNDP നേതാവുമായ R ശങ്കറെ മുഖ്യമന്ത്രിയാക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ചരട് വലിച്ച് പട്ടത്തെ കൊണ്ടുവന്നതാണ് എന്ന് കരുതുന്നവരുമുണ്ട്. എന്തായാലും 1960 ഫെബ്രുവരി 22-ന് PSP നേതാവ് പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായി. KPCC പ്രസിഡന്റായിരുന്ന R ശങ്കർ ഉപമുഖ്യമന്ത്രിയായി. ലീഗ് നേതാവ് KM സീതി സാഹിബ് സ്പീക്കറും. മുക്കൂട്ടു മുന്നണി ഭരണം തുടങ്ങി. മുന്നണിയിലെ തമ്മിലടി രൂക്ഷമായതോടെ 1962 സെപ്റ്റംബർ 22-ന് പട്ടം മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞു. കോൺഗ്രസ് നൽകിയ ഗവർണർഷിപ്പുമായി പട്ടം പഞ്ചാബിലേക്ക് പറന്നു. സെപ്റ്റംബർ 26-ന് R ശങ്കർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പട്ടം മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന എല്ലാവരെയും ശങ്കർ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നു. തങ്ങളുടെ നേതാവിനെ ഗവർണറാക്കി പറപ്പിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് PSPക്കാർ മന്ത്രിസഭ വിട്ടു. അങ്ങനെ മുക്കൂട്ടു മുന്നണി ഇല്ലാതായി. കോൺഗ്രസിന്റെ ഏകകക്ഷി ഭരണമായി. 126 അംഗ നിയമസഭയിൽ 63 ഏതാണ്ട് ഭൂരിപക്ഷത്തിനെ ഉള്ളുവെങ്കിലും സഹായിക്കാൻ ചില സ്വതന്ത്രരുമുണ്ടായിരുന്നു. പ്രൈമറി സ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി ഏർപ്പെടുത്തിയതും, പ്രീ യൂണിവേഴ്സിറ്റി നിർത്തലാക്കി പ്രീ ഡിഗ്രി സമ്പ്രദായം തുടങ്ങിയതും, വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയതും അങ്ങനെ പല നേട്ടങ്ങളും ശങ്കർ സർക്കാരിൻ്റെതായി പറയാനുണ്ട്. പക്ഷേ മന്ത്രിസഭാ നേതൃത്വവും KPCC നേതൃത്വവും തമ്മിലുള്ള തല്ല് അപ്പോഴെല്ലാം അതിർവരമ്പുകൾ ലംഘിച്ചിരുന്നു. ഇതിനിടയിലാണ് ആഭ്യന്തരമന്ത്രി PT ചാക്കോ സ്വന്തമായി ഓടിച്ചുപോയ സ്റ്റേറ്റ് കാർ തൃശൂർ നഗരത്തിൽ വെച്ച് ഒരു ഉന്തുവണ്ടിക്ക് തട്ടിയത്. അത് വാർത്തയായി.
അപ്പോൾ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ആ സ്ത്രീ കണ്ണട വെച്ചിരുന്നുവെന്നും ആ സ്ത്രീ പൊട്ടു തൊട്ടിരുന്നുവെന്നും ആ സ്ത്രീ മന്ത്രിയുടെ ഭാര്യയല്ല എന്നും അടിക്കടി വാർത്ത വന്നുകൊണ്ടിരുന്നു. അതോടെ കഥ മാറി. കോൺഗ്രസിനകത്തും പുറത്തുമുള്ള ചാക്കോയുടെ ശത്രുക്കൾ അവസരം ഉപയോഗിച്ചു. സഹോദരന്മാരായി കഴിഞ്ഞിരുന്നവരാണ് ചാക്കോയും ശങ്കറും. വിവാദത്തോടെ എല്ലാം തകർന്നു. 1964 ഫെബ്രുവരി 14 DCC പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു. ചാക്കോയുടെ കയ്യിലുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് അഭിപ്രായമുയർന്നു. ശങ്കർ അത് നടപ്പാക്കി. തകർന്നുപോയ ചാക്കോ ഫെബ്രുവരി 20 മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാഷ്ട്രീയത്തെക്കാൾ നന്ദിയുള്ള പണി വക്കീൽ പണിയാണെന്ന് പ്രഖ്യാപിച്ച് ചാക്കോ പിന്നീട് അഭിഭാഷകനായി ജീവിതം തുടങ്ങി. ഒരു കേസിന്റെ വാദത്തിനു വേണ്ടി സംഭവസ്ഥലം സന്ദർശിക്കാനായി വന്ന കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്ത് ഒരു മലമ്പ്രദേശമായ കാവിലുംപാറയിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായി PT ചാക്കോ അന്തരിച്ചു. പിന്നീട് അങ്ങോട്ട് ദുരന്തങ്ങളുടെ പരമ്പരയായിരുന്നു. ചാക്കോ ഗ്രൂപ്പുകാർ ശങ്കറിനെതിരെ പട നയിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷം ശങ്കർ സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ ചാക്കോ ഗ്രൂപ്പിൽ നിന്നും 15 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. സ്വന്തം പാർട്ടിയിലെ 15 പേർ എതിർത്ത് വോട്ട് ചെയ്തതോടെ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ 1974 സെപ്റ്റംബർ 8 താഴെ വീണു. പിന്നീട് ഇങ്ങോട്ട് കേരളത്തിൽ ഒരു പാർട്ടിയും ഒറ്റയ്ക്ക് ഭരിച്ചിട്ടില്ല. എതിർത്ത് വോട്ട് ചെയ്ത 15 പേർ പിന്നീട് കോൺഗ്രസ് പിളർത്തി കേരള കോൺഗ്രസ് ഉണ്ടാക്കി. 1965 നടന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ R ശങ്കർ ആറ്റിങ്ങലിൽ മത്സരിച്ചു തോറ്റു. 67 ചിറയൻകീഴിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും തോറ്റു. പിന്നീട് മത്സരിക്കാൻ കോൺഗ്രസ് ശങ്കറിന് സീറ്റ് നൽകിയില്ല. 63 MLA-മാരും നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന പദവിയും കോൺഗ്രസിന് വലിയ തലവേദനയാണ് സമ്മാനിച്ചത്. വീണ്ടും ഒരു 63 മാജിക് നമ്പറിലെത്തിയപ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം.